നമ്മുടെ സുരേഷ് കുറുപ്പിനെ 4 തവണ ലോക്സഭാംഗവും 2 തവണ നിയമസഭാംഗവുമായിരുന്ന സുരേഷ് കുറുപ്പിനെ CPM-ന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല. കാരണം അദ്ദേഹം 2 വർഷം മുമ്പ് 2028 തന്നെ പാർട്ടിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. പറ്റുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണമുണ്ടത്. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ് സുരേഷ് കുറുപ്പിനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ തുടർന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സുരേഷ് കുറുപ്പ് അങ്ങനെ ഒരു കത്ത് കൊടുത്തത്. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പലയിടത്തും ആ നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പലരും ഒഴിവായി പോകുന്നുണ്ട്. ചിലരൊക്കെ ബലം പ്രയോഗിച്ച് ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ഇയാളെന്തിനാ ഈ സുരേഷ് കുറുപ്പിന്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ കാര്യം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചിലർ ചോദിച്ചേക്കാം. താൻ സംഖ്യയാണെന്നോ കുങ്ങിയാണെന്നോ ഒക്കെ പറഞ്ഞേക്കാം. പക്ഷെ സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കുന്ന കാര്യം നമുക്ക് പറഞ്ഞേ പറ്റൂ. അതിനൊരു കാരണമുണ്ട്. അത് സുരേഷ് കുറുപ്പ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് CPM-നെ ബാധിച്ചിരിക്കുന്ന, കുറെ കാലമായി ബാധിച്ചിരിക്കുന്ന ഒരു ഗുരുതരമായ രോഗത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. 80കളിൽ കേരളത്തിൽ CPM-ന്റെ അണിയിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു സുരേഷ് കുറുപ്പ്. ഏറ്റവും ഗ്ലാമറസ് ആയ ഒരു താരം, നേതാവ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും സ്വീകാര്യനായ, രാഷ്ട്രീയ ഭേദമന്യേ CPM-കാർക്ക് മാത്രമല്ല ആ പാർട്ടിയിൽ പെടാത്തവർക്കും സ്വീകാര്യനായ, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തോന്നുന്ന ഒരു യുവ നേതാവ്. അദ്ദേഹം CPM-ന്റെ ഉയരങ്ങളിലേക്ക് നടന്നു വരും, കയറി വരുമെന്ന് വിചാരിച്ചവരായിരുന്നു പലരും. പക്ഷെ CPM എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രോഗം, പാർട്ടിയെ ബാധിച്ച രോഗം എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാവുന്നത്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതേ തുടർന്നുണ്ടായ സഹതാപ തരംഗം, ഇന്ദിരാജിയോടുള്ള സ്നേഹം, അതൊക്കെ ഇങ്ങനെ ഒരു തരംഗമായി വീശിയടിക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് LDF-ന്റെ സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പായിരുന്നു. അന്ന് 20 സീറ്റുകളിൽ 18 എണ്ണത്തിലും UDF ജയിച്ചു. കോട്ടയത്ത് UDF-ന്റെ തട്ടകം, കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രം. അവിടെ കേരള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ സ്കറിയ തോമസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് വിജയ സോപാനമേറിയത്. അന്ന് ആ തെരഞ്ഞെടുപ്പ് അടുത്തുനിന്ന് കണ്ട ആളാണ്. ഞാൻ പറഞ്ഞ ഈ സഹതാപ തരംഗം, അതിന്റെ രഥമേറിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കോട്ടയത്തിന്റെ മനുഷ്യനെ ഒരു കാന്തശക്തി കൊണ്ടെന്നോണം തന്നിലേക്ക് ആകർഷിച്ചെടുത്ത ഒരു നേതാവായിട്ടന്ന് സുരേഷ് കുറുപ്പ് മാറി. അത് നമ്മൾ നേരിൽ കണ്ടതാ. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാർട്ടി ഭേദമന്യേ, ചെറുപ്പക്കാരെന്നോ മുതിർന്നവരെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ മുഴുവൻ ആളുകളും, കോട്ടയത്തെ ഒരു നല്ല ശതമാനം ആളുകളും സുരേഷ് കുറുപ്പിന്റെ പിന്നിൽ അണിനിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിന് മറ്റൊരു കൗതുകരമായ ചരിത്രം കൂടെയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് CPM ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ച് പ്രചാരണം നടത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് കോട്ടയത്ത് നടന്നത്. സുരേഷ് കുറുപ്പിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തോടു കൂടിയ ഒരു പോസ്റ്റർ, അത് കോട്ടയമെങ്ങും നിറഞ്ഞ് എല്ലാ ചുവരുകളിലും പതിഞ്ഞിരുന്നത് ഇപ്പോഴോ ഓർക്കുകയാണ്. അന്ന് SFIയുടെ നേതാവായിരുന്ന CP ജോൺ അടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് അന്ന് ഈ മണ്ഡലത്തിൽ മാത്രം സുരേഷ് കുറുപ്പിന്റെ ചിത്രം മാത്രം പോസ്റ്ററിൽ അച്ചടിക്കാൻ അന്ന് പാർട്ടി അനുമതി കൊടുത്തത് എന്ന് കേട്ടിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മറ്റൊരു LDF സ്ഥാനാർത്ഥി മാവേലിക്കരയിൽ നിന്ന് ജയിച്ച ജനതാ പാർട്ടി നേതാവ് തമ്പാൻ തോമസ് ആയിരുന്നു. 1984 തെരഞ്ഞെടുപ്പിൽ എന്നെ ഏറ്റവും ഞെട്ടിച്ചത് കോട്ടയത്തെ പരാജയമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സുരേഷ് കുറുപ്പിന്റെ വിജയം. പിന്നീട് സുരേഷ് കുറുപ്പുമായി ചേർന്ന് സഭാ ടിവിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയെ 2 നീണ്ട സെഷനുകളിൽ ഇന്റർവ്യൂ നടത്തിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ 84 തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുമ്പ് സമാനമായ മറ്റൊരു തെരഞ്ഞെടുപ്പ് വിജയ ചരിത്രം സുരേഷ് കുറുപ്പിന്റെ പേരിലുണ്ട്. അത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. 1978 അന്ന് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാല് വലിയ പദവിയാ, പത്രാസുള്ളൊരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്.
അന്ന് ഈ കേരള യൂണിവേഴ്സിറ്റി ഏതാണ്ട് തൃശ്ശൂർ വരെ പരന്നു കിടക്കുന്ന സമയമാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റി എത്തിയിട്ടില്ല. ഇന്നത്തെ ഗാന്ധി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ചേർന്നുള്ള ഒറ്റയ്ക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. അതിന്റെ ചെയർമാനായിട്ടാണ് സുരേഷ് ജയിച്ചു വന്നത്. അതുവരെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ KSUവിന്റെ കുത്തകയായിരുന്നു. തലേക്കുന്നിൽ ബഷീർ മുതൽ G. രാമൻ നായർ വരെയുള്ള ചെയർമാൻമാര്, അതിസമർത്ഥരായ നേതാക്കള്, അവരുടെ കുത്തക പൊളിച്ചുകൊണ്ടാണ് 1978 സുരേഷ് കുറുപ്പ് കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനാവുന്നത്. അതൊരു വലിയ തുടക്കമാകും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ ചിലപ്പോഴൊക്കെ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനം അത്ര വരിശുള്ള ഒരു പദവി ആയിരുന്നില്ലേ എന്ന് തോന്നാറുണ്ട്. കുറുപ്പിന് ശേഷം വന്ന 2 SFI ചെയർമാൻമാര്, അവരിന്ന് നമ്മോടൊപ്പം ഇല്ല. പിന്നീട് 4ാമതൊന്ന് PK ഹരികുമാറാം, മിടുക്കനായിരുന്നു, സുരേഷിനെ പോലെ തന്നെ. അദ്ദേഹം വൈക്കത്ത് മുനിസിപ്പൽ ചെയർമാനായി. അതിനുശേഷം അദ്ദേഹത്തിന് കാര്യമായ പദവികൾ അല്ലെങ്കിൽ കാര്യമായ നേട്ടങ്ങൾ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം SPCSന്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ചുമതലക്കാരനായിട്ട് ഇരിക്കുകയാണ്. 1984 തെരഞ്ഞെടുപ്പില് പശ്ചിമ ബംഗാളിലും CPMന് കാര്യമായ തിരിച്ചടി സംഭവിച്ചിരുന്നു. അതുവരെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന സോംനാഥ് ചാറ്റർജി മമതാ ബാനർജിയോട് യാദവ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് ലോക്സഭയിൽ CPMന്റെ മുന്നണി പോരാളികളായിരുന്നത് ബസ്ദേവ ആചാര്യ, സൈഫുദ്ദീൻ ചൗധരി തുടങ്ങിയ നേതാക്കളാണ്. സൈഫുദ്ദീന് സുരേഷിനെ പോലെ SFI, DYFI ആ വഴിയിലൂടെ കടന്നു വന്ന ഒരു ശ്രദ്ധേയനായ നേതാവായിരുന്നു. പിന്നീട് സോംനാഥ് ചാറ്റർജി ഒരു ഉപതെരഞ്ഞെടുപ്പ് വഴി ജയിച്ച് പാർലമെന്റിൽ എത്തുകയും ലോക്സഭയിൽ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തീരുകയും ചെയ്തു. ആ സമയത്ത് ബസ്ദേവ ആചാര്യയ്ക്കും സൈഫുദ്ദീൻ ചൗധരിക്കും ഒപ്പം ലോക്സഭയിൽ CPMന് വേണ്ടി മുന്നണിയിൽ നിന്ന് പോരാടിയ നേതാവായിരുന്നു അല്ലെങ്കിൽ ലോക്സഭാ അംഗമായിരുന്നു സുരേഷ് കുറുപ്പ്. അന്ന് ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ തുടക്കക്കാരനാണെങ്കിലും സുരേഷ് കുറുപ്പിന്റെ ശ്രദ്ധേയമായ പ്രകടനം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജോയിന്റ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ആളാണ് സുരേഷ് കുറുപ്പ്. പക്ഷെ അതിനുശേഷം ഒരു തവണ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് പാർട്ടിയിലോ അല്ലെങ്കിൽ അധികാര പദവികളിലോ ഒരു അവസരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം 84 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്ത് നിന്ന് തന്നെ 3 തവണ കൂടി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തൊട്ടടുത്ത ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് 2 തവണ നിയമസഭയിൽ എത്തുകയും ചെയ്തു. സുരേഷ് കുറുപ്പ് എന്ന താരമൂല്യമുള്ള ഈ നേതാവിനെ അല്ലെങ്കിൽ സ്വീകാര്യനായ ഈ പ്രവർത്തകനെ CPM എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന കാലം മുതലുള്ള പരിചയമുള്ളത് കൊണ്ടാണ് അങ്ങനെ ആലോചിച്ചു പോയത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംശുദ്ധമായ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രമാണ് കുറുപ്പിന് പറയാനുള്ളത്, അല്ലെങ്കിൽ കുറുപ്പിനുള്ളത്. പക്ഷെ ഒരു കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ CPMന്റെ നേതാക്കൾക്ക് സ്വസിദ്ധമായി ഉണ്ടാവേണ്ടത് എന്ന് പലരും കരുതുന്ന ഈ ധിക്കാരം, ധാർഷ്ട്യം, ഞാൻ നിങ്ങളെക്കാളൊക്കെ അല്പം മുന്തിയ പുള്ളിക്കാരനാണെന്നുള്ളൊരു തോന്നല്, അണികളുമായി അല്പം അകന്നു നിൽക്കുന്ന ഒരു തലക്കനം, അതൊന്നും ഈ കുറിപ്പിന് ഉണ്ടായിരുന്നില്ല. ലവലേശം പോലും ഇത്തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹത്തെ എത്തിയേണ്ടിയിരുന്നില്ല. അതൊരു വസ്തുതയാണ്, സത്യമാണ്. നമുക്കറിയാം 80കൾക്ക് ശേഷമുള്ള CPMന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ധാരാളം പുതിയ നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട്. കറുത്തതും നരച്ചതുമായ താടിയുള്ളവര്, നല്ല ഡിസൈനർ ഷർട്ടും ഇട്ട് വരുന്ന അത്തരത്തിലുള്ള ധാരാളം താരോദയങ്ങള്. പക്ഷെ അവർക്കാർക്കും സുരേഷ് കുറുപ്പിന് ഉണ്ടായിരുന്ന ഒരു ഗ്ലാമർ അല്ലെങ്കിൽ ഒരു സ്വീകാര്യത നേടുന്നതിന് കഴിഞ്ഞിരുന്നില്ല. അതാണ് പച്ച പരമാർത്ഥം. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മുകളിലോട്ടുള്ള വളർച്ചയ്ക്ക്
അങ്ങ് ഉയരത്തിലേക്ക് കയറി പോയേക്കുന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ്. വാസ്തവത്തിൽ അതായിരിക്കണം സുരേഷ് കുറുപ്പിന് വിനയായി ഭവിച്ചത് എന്നാണ് എൻ്റെ ഒരു ചെറിയ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, പെട്ടിയെടുക്കാൻ അദ്ദേഹം അത്ര സമർത്ഥനായിരുന്നില്ല. നേതാക്കളുടെ, മറ്റുള്ളവരുടെ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ഏത് പാർട്ടി ആയാലും ഗോഡ് ഫാദർമാരുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതൊരു വളരെ വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ്. വഴങ്ങിയില്ലെങ്കിൽ മുകളിലോട്ടുള്ള വഴി അടഞ്ഞു പോകും സാറേ. അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. സുരേഷ് കുറുപ്പിന്റെ താരമൂല്യമോ അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തുള്ള അദ്ദേഹത്തിന്റെ അപാരമായ അനുഭവ പരിജ്ഞാനമോ പ്രയോജനപ്പെടുത്താൻ CPM തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ പോലും അദ്ദേഹം അംഗമായില്ല. ഒരു മന്ത്രിയാക്കാനുള്ള എല്ലാ യോഗ്യതകളും സുരേഷ് കുറുപ്പിനുണ്ടായിരുന്നു. 2016 അദ്ദേഹം നിയമസഭാ സ്പീക്കറാകും എന്നെല്ലാവരും കരുതിയതാ. കാരണം അദ്ദേഹത്തിന്റെ ഈ പാർലമെന്ററി രംഗത്തെ പരിജ്ഞാനം. പക്ഷെ അതും ഉണ്ടായില്ല. തന്നെക്കാൾ വളരെ ജൂനിയറായ ആളുകള് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് കണ്ട് നിയമസഭയിലെ ഒരു പിൻബെഞ്ചുകാരനായി ഇരിക്കാനാണ് അദ്ദേഹത്തിന് വിധിയുണ്ടായത്. കുറുപ്പിനേക്കാൾ എത്രയോ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകള്, പാർട്ടിയിലും പാർലമെന്റ് രംഗത്തും പരിചയം കുറഞ്ഞ ആളുകള്, കഴിവ് കുറഞ്ഞ ആളുകള് മന്ത്രിമാരാകുന്നു. ആദ്യ തവണ MLA ആകുമ്പോൾ തന്നെ എത്രയോ പേർ മന്ത്രിയാകുന്നു. പ്രവർത്തന പരിചയം തീരെയില്ലാത്ത ആളുകള് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാകുന്ന കാലമാണ്. ചെറുപ്പക്കാർ വരുന്ന നല്ല കാര്യമാണ്. പക്ഷേ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ ഇവിടെയൊന്നും സുരേഷ് കുറുപ്പിന്റെ പേര് ആരും ഓർത്തത് പോലുമില്ല. 1964 CPMന്റെ സംസ്ഥാന സമിതിയിൽ വന്ന KR ഗൗരിയമ്മ 23 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 1987 ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത്. ആ പാർട്ടിയാണ് CPM. അതാണ് CPM. VN വാസവൻ കോട്ടയം ജില്ലയിലെ ഒരു അധികാര കേന്ദ്രമായി മാറിയതോടെയാണ് സുരേഷ് കുറുപ്പിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂടിയത്. അതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കാലാകാലങ്ങളിൽ ലഭിക്കുകയും ചെയ്തു. പാർട്ടി പ്രവർത്തനങ്ങളിൽ സുരേഷ് കുറുപ്പ് അത്ര സജീവമല്ല എന്നൊരു പരാതിയാണ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹം കോട്ടയത്തും എറണാകുളത്തുമായിട്ടാണ് താമസം എന്നൊരു കാരണം പറഞ്ഞു. അദ്ദേഹം വക്കീൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്, അല്ലാതെ പാർട്ടി പ്രവർത്തനം കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ആളല്ല. അപ്പോ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ആയിട്ട് താമസിക്കേണ്ടി വരും. പിന്നീട് അദ്ദേഹം CPM വിട്ടുപോകുമെന്നൊരു പ്രചാരണം വളരെ ബോധപൂർവം ഉണ്ടാക്കി. അങ്ങനെ അവഗണിക്കലും ഒറ്റപ്പെടുത്തലും അസഹ്യമായപ്പോഴാണ് 2022 എന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം രേഖാമൂലം അപേക്ഷിച്ചത്. ഇപ്പൊ കോട്ടയം ജില്ലാ സമ്മേളനം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം സുരേഷ് കുറുപ്പ് പോയിരുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന പിറ്റേന്ന് പോയില്ല. പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗത്തിലും റാലിയിലും സംബന്ധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ന്യായമായിട്ട്, അതിനോട് കാരണമായിട്ട് ജില്ലാ നേതൃത്വം പറഞ്ഞത് സുരേഷ് കുറുപ്പിന് ആരോഗ്യമില്ലെന്ന്, അദ്ദേഹം രോഗിയാണെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തിന് എന്താണ് രോഗമെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാനിതുവരെ അറിഞ്ഞിട്ടുമില്ല. കോട്ടയം ജില്ലയിലെ പല നേതാക്കളെക്കാൾ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കളെക്കാളും നല്ല ആരോഗ്യമുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോഴും സുരേഷ് കുറുപ്പ്. എന്നിട്ട് എന്തിനാണ് അദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ ഇത്തരത്തിലൊരു ന്യായം പാർട്ടി പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒഴിവാക്കുമ്പോൾ അവരെയൊക്കെ രോഗികളാക്കുന്ന ഒരു പാരമ്പര്യം പാർട്ടിയിലെ വൈദ്യന്മാർക്ക് പണ്ടേ ഉള്ളതാണ്. ആരോടും പരിഭവമില്ലാതെ നിശബ്ദനായി സുരേഷ് കുറുപ്പ് പാർട്ടിയുടെ പദവികളിൽ നിന്ന് ഒഴിയുകയാണ്. G. സുധാകരന്മാരെയും സുരേഷ് കുറുപ്പുമാരെയും ആവശ്യമില്ലാത്ത പാർട്ടിയിൽ ഇനിയും നിന്നിട്ട് എന്താണ് കാര്യം?